നമ്മൾ പറയാറുണ്ട് സൂറത്ത് ഇഖ്ലാസ് ഓതിയാൽ വിശുദ്ധ ഖുർആനിൻ്റെ 1/3 ഭാഗമാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? വിശുദ്ധ ഖുർആനിൻ്റെ 1/3 ഭാഗം തൗഹീദിൻ്റെ ആയത്തുകളാണ്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കപ്പെടേണ്ടുന്നതിൻ്റെ ആവശ്യകതയും അതിൻ്റെ ബൗദ്ധികവുമായ സമർത്ഥനങ്ങളും അതിൻ്റെ പ്രമാണങ്ങളുമാണ്. അതിൻ്റെ സംക്ഷിപ്ത രൂപമാണ് സൂറത്തുൽ ഇഖ്ലാസ്. അപ്പോൾ വിശുദ്ധ ഖുർആനിൻ്റെ 1/3 ഭാഗം എന്ന് പറയുമ്പോൾ ഖുർആനിൻ്റെ 1/3 ഭാഗമായ 2000-ൽ പരം വരുന്ന ആയത്തുകൾ മാനവരാശിയോട് പറയുന്നത് അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണമെന്നാണ്. ഒരിക്കൽ ഒരു സ്ഥലത്ത് മാത്രം പറഞ്ഞ നോമ്പ് അള്ളാഹുവിന് വേണ്ടി അനുഷ്ഠിക്കുന്ന മുസ്ലിമേ, ഹജ്ജിനെ സംബന്ധിച്ച് ഒരു സ്ഥലത്ത് സൂറത്ത് ആലി ഇംറാനിൽ മാത്രം പറഞ്ഞ കാരണത്താൽ അള്ളാഹുവിന് വേണ്ടി മക്കത്ത് പോയി ത്യാഗപൂർണമായ ഹജ്ജ് നിർവഹിക്കുന്ന മുസ്ലിമേ, ഏതാനും സ്ഥലത്ത് മാത്രം പരാമർശിക്കപ്പെട്ട നമസ്കാരം കൃത്യമായി ജീവിതത്തിൽ പുലർത്തുന്ന മുസ്ലിമായ ആണും പെണ്ണുമായ സഹോദരി സഹോദര, വിശുദ്ധ ഖുർആനിൻ്റെ 1/3 ഭാഗമായ 2000-ലധികം ആയത്തുകളിൽ ആവർത്തിച്ച് ഗൗരവപൂർവ്വം പറഞ്ഞിട്ടുള്ള ഈ തൗഹീദ് അംഗീകരിക്കാൻ എന്തുകൊണ്ട് നിന്റെ മനസ്സ് പാകപ്പെടുന്നില്ല എന്നത് നീ തന്നെ ആലോചിക്കേണ്ടതാണ്.